ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു ബ്രസീലിയൻ ലെമൺ ജ്യൂസാണ്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട്, എന്നാൽ വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ലെമൺ ജ്യൂസ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് നാരങ്ങയാണ്. 2 നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ, മീഡിയം സൈസിൽ 2 നാരങ്ങ. എന്നിട്ട് ഓരോ നാരങ്ങയും 4 പീസാക്കിയിട്ട് നാരങ്ങ ആ നാരങ്ങയ്ക്കുള്ളിൽ ആ ഒരു കുരു ഒന്ന് എടുത്ത് മാറ്റാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. കൂടെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പുതിനയിലയാണ്. ഒരു 6-7 പുതിനയില ചേർക്കാം. പുതിനയില ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ, ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്തേക്കണം. ഇനി ഇതിലെ അടുത്ത മെയിൻ ആയിട്ടുള്ള ചേരുവ എന്ന് പറയുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമ്മളിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 കപ്പ് അളവിലെ വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു 10 സെക്കൻഡ് മാത്രമേ നമ്മൾ മിക്സി ഓൺ ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ പാടുള്ളൂ. നല്ലതുപോലെ അരഞ്ഞു പോകരുത്, എങ്കിൽ പിന്നെ നാരങ്ങയുടെ ആ ഒരു കയ്പുണ്ടാകും. ചെറിയ രീതിയിൽ മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. വെറും ഒരു 10 സെക്കൻഡ് മാത്രമേ ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്കും ആവശ്യമായിട്ടുള്ള ബാക്കി ഐസ് വാട്ടർ കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇതുപോലെ നമ്മുടെ ആ നാരങ്ങയുടെ പീസിലുള്ള ആ ഒരു കംപ്ലീറ്റ് ഫ്ലഷും പോയിട്ടുണ്ടാവും. നാരങ്ങയുടെ തോട് അരിഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെ വേണം കേട്ടോ നമുക്ക് കിട്ടാനായിട്ട്. നാരങ്ങയുടെ തോട് അരയാതെ തന്നെ കിട്ടണം. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് ഫ്ലഷും പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ച് വേണം ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാനായിട്ട്. നമ്മുടെ ഈ ലെമൺ ജ്യൂസ് തയ്യാറാക്കി ഉടനെ തന്നെ നമ്മളിത് സെർവ് ചെയ്തേക്കണം. കാരണം എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. കുറച്ചുകൂടി സമയം കഴിയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നാരങ്ങ വെള്ളത്തിന് ആ ചെറിയൊരു കയ്പുണ്ടാകും. അതിൻ്റെ പേരിൽ ഏത് നാരങ്ങ വെള്ളമാണെന്നുണ്ടെങ്കിലും ഉടൻ തന്നെ നമ്മൾ സെർവ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഒരു ലെമൺ ജ്യൂസ് നിങ്ങളും വീട്ടിൽ നിന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.